അത് തന്നെ. അപ്പൊ ഗൈസ് എന്തൊക്കെ തിന്നോന്ന് ഇതാ കാണിക്കാൻ പോവേണ്. ഇന്ന് ഏത് മീന് കിട്ടിയത്? കടിക്കാതെ വല്ലൂണ്. ഇന്ന് വങ്കട മീന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മീൻ കറിയാണ് വെക്കുന്നത്. ഇതാ തേങ്ങ തിരുവി മീൻ ചട്ടി എടുത്ത് തേങ്ങ തിരുവി. അപ്പം മൺചട്ടിയിലാണ് മീൻ വയ്ക്കണം. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ മൺചട്ടിയിൽ ഇതാ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാമോ നിനക്ക്? എന്തൊക്കെ ഇട്ട് കൊടുത്ത് തീയാ? ഉലുവ, ഉള്ളയാ? നിർത്തിക്കോ. വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുക്കാം. അപ്പൊ അടിച്ചെടുക്കാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലോട്ട് ഒഴിക്കാം. വാ, കുറച്ച് മീനെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ് ഇത് അരച്ച് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് കറിയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ അരച്ച് വെക്കും. പലരും തേങ്ങ വറുത്ത് അരയ്ക്കുന്നവരുമുണ്ട്. ഇങ്ങനെയാണ് വെച്ചത്. കുറച്ചുകൂടെ വെള്ളം വേണം. ഞാൻ ഇങ്ങനെയാണ് വെക്കണത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പല രീതിക്കും വെക്കണവരുണ്ട്. ഞാൻ മീൻകറി ഇങ്ങനെയാണ് വെക്കുന്നത്. ഇനി തക്കാളിയൊക്കെ അരിഞ്ഞിടണം. ഇനി മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കും. ഇനി പുളി തിളയ്ക്കുമ്പോൾ പുളി ഇട്ട് കൊടുക്കും. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പുളി ഒഴിക്കും. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. നമ്മൾ വറുക്കണ ആ ഒരു ടൈമൊക്കെ ലാസ്റ്റ് കിട്ടും. വറുക്കണ വെക്കണ വേറൊരു ടേസ്റ്റ്. ഇത് എളുപ്പത്തിൽ വെക്കാൻ പറ്റണതാണ്. തിളച്ച് വന്നിട്ടുണ്ട്. പുളി ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ചുകൂടെ തിളച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഗൈസ് ഇതുപോലെ മീൻ കറി നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. ഇതേ ഒരു റെസിപ്പി തന്നെ. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. തക്കാളി ഇടണം, പിന്നെ ചെറിയ ഉള്ളി. ഇത്രയുമാണ് അഡീഷണൽ ആഡ് ചെയ്യാനുള്ളത്. നമുക്കിത് തിളച്ച് വരുമ്പോൾ നല്ല കട്ടിക്ക് എങ്ങനെയാണ് കറിയാണോ വേണ്ടത്, കുറച്ച് കട്ടി കുറച്ചാണോ വേണ്ടത്, കറി കുറച്ചാണോ വേണ്ടത്, അങ്ങനെ വേണം. കറിയാണെങ്കിൽ കുറച്ചുകൂടെ വറ്റുമ്പോൾ നമുക്ക് ഇറക്കാം. അല്ല കറി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറ്റുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ടേസ്റ്റി ആവണമെങ്കിൽ കുറച്ച് നേരം വെച്ച് ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ ടേസ്റ്റി ആവും. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓറായി വരുന്നുണ്ട്. ഞാൻ അടപ്പൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ടാണ് വേവിക്കുന്നത്. നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ശൂളം കേൾക്കാനും കുറച്ച് സമയം എക്സ്ട്രാ എടുത്താലും നമുക്ക് അതേ ഇതിൽ തന്നെ ചോറ് വെന്ത് കിട്ടും. പിന്നെ ഇപ്പുറത്തിതാ മീൻ കറി വെച്ചിട്ടുണ്ട്. എന്തമ്മ ഇപ്പോൾ ഗായ്സ് ഇതാ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഒന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കടുവറുത്തൊക്കെ ഇടണം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് മീൻ കറി പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ടൈപ്പ് മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻ ഫ്രൈ ചെയ്യുന്നത് പെരട്ടി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണ്ട. ഇനി അടുത്ത് ഞങ്ങളുടെ വെണ്ടയ്ക്ക വിഴുക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകണം. വീഡിയോയിലേക്ക് പോകാം. ഒരു കട്ടിയായ രൂപത്തിലാണ് കിട്ടിയത്. ഇനി വെണ്ടയ്ക്ക വിഴുക്ക് വറുത്ത. അപ്പോൾ വെണ്ടയ്ക്ക മുറിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി എടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്ത് വെച്ച് ഇനി എണ്ണ ഒഴിക്കാം. മസാല വിഴുക്ക് വറുത്ത ആയതുകൊണ്ടാണ് ഈ നീട്ടി വരുന്നത്. അല്ലെങ്കിൽ വട്ടത്തിനരിഞ്ഞ് കുറച്ച് ബ്രൗണിഷ് ആവണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രൗണിഷായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു ഫൈനൽ ലുക്ക് എന്നതാണ്. ഉരുക്ക് വരുത്തിയിടാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. മീനിന് കടുക് വറുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പാൻ വെച്ച് എണ്ണയും കടുവും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി കടുക് ഇടാം. ഇതിൻ്റെ കൂടെ കടുവും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് കടുവ് ഇട്ട് കൊടുത്ത് ഇനി വറുത്തെടുക്കാം. കടുക് വറുക്കാം. ഇത് ഏതാ എടുത്തോണ്ട് പോയി. ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി കരിവേപ്പിലയും കൂടെ ഇട്ട് മീനിലൊഴിക്കാം. മീനിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഫിഷ് ഫ്രൈയുടെ വേറെ ഇത് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇനി പൊരിച്ചെടുക്കാം. അറിയാമോ? ഞാൻ ചോറും വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ വേവിച്ച് മീനിൻ്റെ വേവ് പോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനിതാ മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ വങ്കടേര മീനായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലായിട്ട് അധികം ഇട്ട് വേവിച്ചാണ് വെച്ചത്. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വേവും. എന്നാലും മറ്റ് മീനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വേവ് കൂടുതലാണ്. മീനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് എളുപ്പത്തിൽ ഓരോരോ റെസിപ്പി ട്രൈ ചെയ്യണം. നമുക്ക് സമയവും ലാഭിക്കാം. എളുപ്പമുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി ചെയ്യാം.